ഡോക്ടർ എന്ന് പറയുന്ന ഒരു കരിയറും ഇല്ലാതാകും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിസ്സംശയം ഉറപ്പിച്ച് പറയാൻ പറ്റും ഭാവിയിൽ അത്തരത്തിലൊരു കരിയർ ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭയങ്കര ഡ്രീമിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ് ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ. എവർ ഗ്രീൻ, എവർ ട്രെൻഡിങ്, എവർ ഹോട്ട് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഡൊമൈനാണ്. പക്ഷേ ഇന്ന് പല സ്ഥലങ്ങളിലും, കേരളത്തിലടക്കം പല സ്ഥലങ്ങളിലും ഓൾറെഡി അത്തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ പല ഹോസ്പിറ്റൽസിൻ്റെയും ബിൽ ബോർഡിലുള്ള പരസ്യങ്ങൾ എന്താ വെച്ചാൽ അവർ ബെസ്റ്റ് സർജൻ ഈസ് എ റോബോട്ട് എന്നൊക്കെയുള്ള രീതിയിലാണ്. എങ്കിലും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു വാദം വാദിക്കാം. എന്തൊക്കെയാണെങ്കിലും ഒരു ഹ്യൂമൻ ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഒരു ഹ്യൂമൻ ഡോക്ടർ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ പല ആളുകളും ഹോസ്പിറ്റൽസിൽ പോകുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പല ഡോക്ടേഴ്സും എഴുതി തരുന്ന വൈറ്റമിൻ ഗുളികയാണെങ്കിലും മിനറൽ ഗുളികയാണെങ്കിലും ഒക്കെ അതിനൊക്കെ ഒരു മെൻ്റൽ സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്. ഡോക്ടേഴ്സിന് എന്നും പ്രസക്തി ഇല്ല എന്നുള്ളൊരു ചോദ്യം, ഒരു മറുവാദം വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ഹോസ്പിറ്റൽസ് ഒക്കെ അത്തരത്തിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അവരൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ലോകത്തുള്ള എല്ലാ രോഗങ്ങളെക്കുറിച്ചും ബോധ്യമുള്ള വിവരമുള്ള ഒരു സോഫ്റ്റ്വെയർ ഒരു സിസ്റ്റോ ഒരു ഹോസ്പിറ്റലിൽ വെച്ചാൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഏതൊരു പേഷ്യൻ്റ് വന്നാലും ആ പേഷ്യൻറ്റിൻ്റെ രോഗം എന്താണെന്നുള്ളത് ആ സോഫ്റ്റ്വെയറിനും സിസ്റ്റത്തിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എറർ ഫ്രീ ആയിട്ടുള്ള മരുന്നുകളും മെഡിക്കേഷൻസും ആ സിസ്റ്റത്തിനും സോഫ്റ്റ്വെയറിനും കൊടുക്കാൻ പറ്റും. ഡോക്ടറിന് എന്താണ് അവിടെ പ്രസക്തി ഉള്ളത്? അപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ടച്ച് വേണ്ട എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും വേണ്ടി വരും തോന്നുന്നില്ല. ഒരു പക്ഷേ ഹോസ്പിറ്റൽസ് ഒക്കെ ചിന്തിക്കുക എന്താ വെച്ചാൽ ഒരു സൈക്കോളജിസ്റ്റിന് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ഡോക്ടറുടെ അതേ ജോലി ഈ സൈക്കോളജിസ്റ്റിന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് വിചിത്രമായിട്ടുള്ളൊരു ലോകത്തേക്കാണ് ഒരു പക്ഷേ നമ്മൾ കടന്നു വരുന്നത്. എങ്കിൽ എന്താ പറയുക, സൈക്കോളജിസ്റ്റുകൾക്കാണ് ഇനി ട്രെൻഡ് ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതും തെറ്റായിട്ടുള്ളൊരു വാദമാണ്. മേ ബി ഇനി വരാൻ പോകുന്ന ഈ ആൽഫ ബീറ്റ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ ദേ ആർ മോർ കംഫർട്ടബിൾ വിത്ത് ഇൻട്രാക്ടിങ് വിത്ത് ബോർഡ്സ് എന്നൊക്കെ എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ സൈക്കോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ ഹ്യൂമൻ കൗൺസിലറോടൊന്നും ആവില്ല ഇത്തരത്തിലുള്ള ജനറേഷനിലെ ആളുകളൊന്നും ഇൻട്രാക്ട് ചെയ്യുക. ഭാവിയിൽ അവരൊക്കെ ഏതെങ്കിലും ബോട്ടുകളായിട്ടായിരിക്കും അവരുടെ അസുഖത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ മരുന്നുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുക. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള ഡോക്ടേഴ്സ് ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കുറച്ചും കൂടി ഡിഫറെൻറ്റ് സ്കില്ലുകളുള്ള മേ ബി ടെക് ഇനാബിൾഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവരെന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല, അത്തരത്തിലുള്ള ഡോക്ടേഴ്സാണ് ഭാവിയിൽ ഉണ്ടാവുക എന്നുള്ളത് നിസ്സംശയം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും.